ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റോട് കൂടിയ വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് പാനിലേക്ക് ബട്ടർ ചേർത്ത് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. കൂടെ ഒരു പകുതി സവാള അരിഞ്ഞതും ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് മിക്സാക്കി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 സ്പൂൺ മൈദാമാവ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി പാല് കുറേശ്ശെ ഒഴിച്ച് മാവ് കട്ട കെട്ടാതെ ക്രീമി പരുവത്തിൽ എടുക്കണം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസും മാക്രോണി ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ ഒഴിച്ച് ഒന്നുകൂടി തിളച്ച് വരുന്ന നേരം ചീസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചീസ് മുകളിലായി ചേർത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ വൈറ്റ് സോസ് പാസ്ത റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ, അടിപൊളി ടേസ്റ്റാണെന്നേ.